മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഷെൻസ്റ്റാട്ട് കുടുംബാംഗങ്ങളെ, ഈ ജൂബിലി വർഷത്തിൽ അന്തർദേശീയ ഷെൻസ്റ്റാട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ കെൻഡികച്ചൻ പുരോഹിതർക്ക് ഒരു മാതൃകയാണ്. കാന്തദർശിയായ അദ്ദേഹം, ഉടമ്പടിയുടെ പ്രവാചകനായ അദ്ദേഹം 1885 നവംബർ 16 ജർമ്മനിയിലുള്ള ഗിംനിക് എന്ന സ്ഥലത്ത് ജനിച്ചു. 1968 സെപ്റ്റംബർ 15 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അന്തർദേശീയ ഷെൻസ്റ്റാട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായ അദ്ദേഹം എല്ലാവർക്കും ഒരു പിതാവായിരുന്നു. അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളവരെല്ലാവരും പറയുക, എ ഫാദർ ടു മെനി. എല്ലാവർക്കും നല്ല പിതാവായി, അവരുടെ പ്രശ്നങ്ങൾ അറിഞ്ഞുകൊണ്ട്, അവരുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട്, അവരുടെ കണ്ണുകളിൽ അവരുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ സഹായിച്ച കാന്തദർശിയായ ധന്യ പുരോഹിതനായിരുന്നു അദ്ദേഹം. രണ്ടാമതായി അദ്ദേഹത്തെക്കുറിച്ച് പറയുക, അദ്ദേഹം കർമ്മനിരതനായിരുന്ന ഒരു വ്യക്തിയാണ്. 1941 മുതൽ 45 വരെയുള്ള കാലഘട്ടത്തിൽ നാസി തടവറയിൽ അദ്ദേഹമായിരുന്ന ആ കാലഘട്ടത്തിലാണ് സഭയുടെ 2 പ്രധാനപ്പെട്ട ശാഖകളെ അദ്ദേഹം സ്ഥാപിച്ചത്. മരിയൻ പ്രദേശ് എന്ന ശാഖയും ഫാമിലി ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന ശാഖയും അവിടെ നാസി തടവറയിൽ വെച്ച് അദ്ദേഹം സ്ഥാപിച്ചു. അവിടെ കർമ്മനിരതനായിരുന്ന കെന്നഡിക്കച്ചൻ അവിടെ ഉണ്ടായിരുന്ന ആളുകളെ മുഴുവനും മാതാവിലൂടെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ അദ്ദേഹം പ്രേരണയായി മാറി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അദ്ദേഹം പറയുക, ഞാൻ എൻ്റെ ഓഫീസ് ഒന്ന് മാറി എന്ന് മാത്രമേ ഉള്ളൂ. കിരാതമായ ആ സ്ഥലത്ത് അദ്ദേഹം പ്രവർത്തനനിരതനായിരുന്നു. മൂന്നാമതായി അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ സാധിക്കുക, അദ്ദേഹം സഭയെ സ്നേഹിച്ച ഒരു പ്രവാചകനായിരുന്നു. സഭയുടെ മക്കളോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയുടെ അധികാരികളോട് ചേർന്ന് നിന്നുകൊണ്ട് അദ്ദേഹം പ്രവർത്തിച്ചു. ക്രിയാത്മകമായി സഭയെ വിമർശിച്ചതിനാൽ 1951 അദ്ദേഹത്തെ നാടുകടത്തുകയും 1965 അദ്ദേഹം തിരിച്ചു വരികയും ചെയ്തു. അദ്ദേഹത്തെ തിരിച്ച് ഷെൻസ്റ്റാട്ടിലേക്ക് വരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ പ്രത്യേകമായി പോൾ 6 മാർപ്പാപ്പ റോമിലേക്ക് ക്ഷണിക്കുകയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകുകയും ചെയ്തു. താൻ സ്നേഹിച്ചിരുന്ന തൻ്റെ സഭാമക്കളെ വിട്ട് അദ്ദേഹം അമേരിക്കയിലുള്ള മിൽവോക്കിയിലേക്ക് നാടുകടത്തപ്പെട്ട് യാത്രയാകുമ്പോൾ തൻ്റെ മക്കളോട് പറഞ്ഞു, ഞാൻ മരിക്കുകയാണെങ്കിൽ എൻ്റെ കല്ലറയിൽ ഞാൻ സഭയെ സ്നേഹിച്ചിരുന്നു എന്ന് എഴുതണം. ഇന്ന് ഷെൻസ്റ്റാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ നമ്മൾ പോകുമ്പോൾ നാം കാണുന്നത് ഡെലിക്സിറ്റ് എക്ലസിയ. അദ്ദേഹം സഭയെ സ്നേഹിച്ചിരുന്നു. സഭയെ സ്നേഹിച്ച, സഭയോടൊത്ത് പ്രവർത്തിച്ച, കാന്തദർശിയായ, എന്നും പ്രവർത്തനനിരതരായ, മറ്റുള്ളവർക്ക് നല്ല പിതാവായ കെൻഡികച്ചനെ ഈ ജൂബിലി വർഷത്തിൽ നമുക്ക് മാതൃകയാക്കാം. ആ ധന്യാത്മാവ് നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. അന്തർദേശീയ ഷെൻസ്റ്റാട്ട് പ്രസ്ഥാനം നമ്മുടെ കുടുംബമാണ്. നമ്മൾ ഈ പ്രസ്ഥാനത്തിലെ മക്കളാണ്. കെൻഡികച്ചൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ സർവശക്തനായ ദൈവം നമ്മെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.